അമ്മഞ്ചേരിയിലെ ഉത്സവ ദിവസത്തിലേക്ക് സ്വാഗതം. വീടുള്ള നീ അമ്മു വന്നിട്ടുണ്ട് ഗൈസ്. അമ്മുവാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഞാനും വന്നിട്ടുണ്ട് ഗൈസ്. അതെ, ഞാൻ ഇവിടുത്തെ വീട്ടുകാരനല്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് വീട്ടിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ രാവിലെ തന്നെ ക്ലാസ്സിന് പോയതാ. ഞാൻ ഒന്നും വെച്ചില്ലടി, സത്യം. ഞാൻ കഴിച്ചു, വീട്ടിൽ നിന്ന് കഴിച്ചല്ലോ. നമ്മൾ സാമ്പാറും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചില്ലേ. ഇതാ പോന്നു. തിരിച്ചു പോകണ്ട, കണ്ടത്തി ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത അമ്പലത്തിലെ ഉത്സവമാണ് ഇന്ന്. ഇത് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെയും ക്ലാസ്സിന് പോയി. പിന്നെ അവിടെ നിന്ന് ഇതിനെയും വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ആഘോഷമൊക്കെ. വൈകുന്നേരം പോകത്തുള്ളൂ. ഉച്ചക്കത്തെ എല്ലാം കഴിച്ചല്ലേ. അപ്പം ഞാൻ പോകാനൊരുങ്ങുക. നീ ഇവിടെ നിന്നു ശരി കഴിച്ചില്ലേ? ഞാൻ കുളിച്ചിട്ട് വരാം. ഇവിടെ ബംഗാളികളോടാ. ബംഗാളികളോടല്ല, നമുക്ക് ഫേസ് മസാജ് ചെയ്തിട്ട് എന്തോ ചെയ്യാൻ പോവാ? വീഡിയോ ഉണക്കിയിട്ടുണ്ട്. അമ്മൂൻ്റെ ചുറ്റോട് കൂടി എടുത്തുകൊണ്ട് വന്നേക്കാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട്, മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതാണ് അമ്പലത്തിൽ പോകാൻ നമ്മൾ റെഡിയായി. അപ്പം ഞങ്ങളൊക്കെ റെഡിയായി പോവാ. ഇതിനെ തികയത്തില്ല കേട്ടോ ഫോണിനകത്ത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 3-4 ഉത്സവങ്ങളുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുങ്ങാനൊന്നും പറ്റില്ല. അതായത് ഇത് ഒരമ്പലമാണ്. ഇവിടുത്തെ ഉത്സവത്തിനന്ന് ഞങ്ങളുടെ ഈ വീട്ടിലായിരുന്നു എല്ലാവരും. ഇത് അവിടെ നിന്ന് കുറച്ചും കൂടെ നീങ്ങി വേറൊരു ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാം ദേവീക്ഷേത്രം തന്നെ, എല്ലായിടത്തും കാളകെട്ടാണ്. അപ്പോൾ അവിടുത്തത് അച്ഛൻ്റെയൊക്കെ വീട്ടിലാണ് ഒരുങ്ങുന്നത്. ഇനിയുണ്ട് ഒരെണ്ണം കൂടി. അങ്ങനെ കുറച്ച് 3 ഇപ്പം തന്നെ കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അങ്ങനെ ഉത്സവങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് എല്ലാം കൂടി ഒരു വീട്ടിൽ തന്നെ വെച്ച് ഒരുങ്ങാതെ എല്ലാവരുടെയും വീട്ടിൽ വെച്ചിട്ട് ഒരുങ്ങുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള കാളയാണിത്. ഇവർ പക്ഷേ അമ്പലത്തിലോട്ട് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വലിച്ചുകൊണ്ട് പോവാണ്. ബാക്കിയെല്ലാം നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് എല്ലാവരും കൂടി അവിടെ നിന്നാണ് പിന്നെ കാള വലിച്ചുകൊണ്ട് വരുന്നത്. ഇവരിവിടുന്ന് ഡയറക്റ്റ് അമ്പലത്തിലേക്ക് കൊണ്ടുപോവാം. ഇവിടുന്ന് അധികം ദൂരം ഇല്ല അമ്പലത്തിലോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഫുഡൊന്നും വീട്ടിൽ വെക്കാഞ്ഞത്. അവക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കാണാൻ ഇറങ്ങിയത്. ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ സ്ഥലമൊക്കെ. ആ തോട്ടിതേ സൂര്യൻ അസ്തമിക്കുന്നു കണ്ടോ. ഞങ്ങളുടെ നാട്ടിലുണ്ടേ ഇതുപോലത്തെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. അതെ, എവിടുന്നൊക്കെയോ കാളകളൊക്കെ ഇറങ്ങുന്നു. വെയിറ്റ് ആയിരിക്കും.
45 മിനിറ്റ് കൊണ്ട് ഓടിച്ചു വരുന്ന ആളാ. അപ്പോൾ അതേണ്ട കാല കമ്പിയാ ഷെഡ്. നേരത്തെ 2 കാലം ഉണ്ടായിരുന്നു, അതിങ്ങനെ തന്നെ. അത് ഇപ്പൊ 4 കാലമല്ല നമുക്ക്. അപ്പോൾ ഉത്സവ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കൊള്ളൂലായിരുന്നു. മൊത്തത്തിലൊരു എന്തൊക്കെയോ പണ്ടത്തെ ഉത്സവത്തിന്റെ ഒരു ഫീല് കിട്ടുന്നില്ല. എന്തൊക്കെയോ ഇടയ്ക്ക് ഒരു പോരായ്മ പോലെ. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.